ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2023 നടത്തിയിട്ടുള്ള PSC പരീക്ഷയിലെ 80 GK ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് ആ ചോദ്യം എന്താണെന്ന് അറിയുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ പ്രസ്താവന തെറ്റാണ്. 1-3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ആ പ്രസ്താവനയും തെറ്റാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ പ്രസ്താവന ശരിയാണ്. ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. ബർദോളി സത്യാഗ്രഹം ഒരു നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്താവന ശരിയാണ്. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരായിരുന്നു. ബർദോളി സത്യാഗ്രഹം ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരായിരുന്നു. ആ പ്രസ്താവനയും ശരിയാണ്. കർഷക സമരമായിരുന്നു. ആ പ്രസ്താവനയും ശരിയാണ്. ബർദോളി സത്യാഗ്രഹം ഒരു കർഷക സമരമായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ആ പ്രസ്താവന തെറ്റാണ്. നമുക്കറിയാം, ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അപ്പോൾ ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 4 മാത്രമാണ്. അപ്പോൾ ബർദോളി സത്യാഗ്രഹവുമായിട്ട് ശരിയായിട്ടുള്ളത് നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരായിരുന്നു, കർഷക സമരമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. റൗലത്ത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. റൗലത്ത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സത്യപാൽ മല്ലിക് ഉണ്ട്, സൈഫുദ്ദീൻ കിച്ചിലുണ്ട്. ഇവർ രണ്ടുപേരാണ് റൗലത്ത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. സത്യപാൽ മല്ലിക്കും സൈഫുദ്ദീൻ കിച്ചിലും. 1-4 ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഗാന്ധിജി ക്രിബ്സ് മിഷനാണ്. ക്രിബ്സ് മിഷനെയാണ് ഗാന്ധിജി എന്ന് പറയുന്നത് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. ഓപ്ഷൻ 3 ജനറൽ ഭക്ത് ഖാനുണ്ട്. അതുപോലെ തന്നെ 4 ബഹദൂർ ഷാ രണ്ടാമനുണ്ട്. ഡൽഹിയിൽ 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് നേതൃത്വം കൊടുത്തവർ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. അപ്പോൾ 3-4 വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. ഓപ്ഷൻ ഡി റെയിൽവേ. റെയിൽവേ ആണ് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. ഓപ്ഷൻ ബി PB സാവന്താണ്. PB സാവന്താണ് വിവരാവകാശത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമിയുടെ രചന ഏത്? വൈകുണ്ഠസ്വാമിയുടെ രചന ഏത്? ദർശനമാലയല്ല, നവമഞ്ചരിയല്ല, ആദിഭാഷയുമല്ല. അരുൾനൂല് മാത്രമാണ് വൈകുണ്ഠസ്വാമിയുടെ രചന.
4 ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, ശരിയാണ്. മാത്യു തരകനെ സംരക്ഷിച്ചു, അത് തെറ്റാണ്. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു, അത് ശരിയാണ്. അപ്പോൾ വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന 2 ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? 2ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ബ്രഹ്മസം, ദേവസ്വം, ദാനം, പണ്ടാരവക. ബ്രഹ്മസം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത്. അപ്പോൾ 2 ശരിയായുള്ള ഉത്തരം, ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്, ശരിയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്നത് എല്ലാവർക്കും അറിയാലോ, 1792 കാനിങ് പ്രഭുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നാണ്, അതും ശരിയാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മുടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി എന്ന് പറയുന്നതിന് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നാണ്. 1, 3 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി? ഓപ്ഷൻ ബി പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി. അടുത്ത ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഓപ്ഷൻ ഡി ഖത്തറാണ്. ഖത്തറിലാണ് 2022 ലോകകപ്പ് ഫുട്ബോൾ ആതിഥേയത്വം വഹിച്ചത്. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥിതി. മിശ്ര സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥിതി. അടുത്ത ചോദ്യം, ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ഇതിൽ നമ്മുടെ PSC ആൻസറിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. അപ്പോൾ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ഓപ്ഷൻ എ ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവമാണ് ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്. അടുത്ത ചോദ്യം, 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്ത്? 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്ത്? ഓപ്ഷൻ ഡി ആണ് ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ്. ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ് 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം. അടുത്ത ചോദ്യം, ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യ ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു പഞ്ചവത്സര പദ്ധതിയുമില്ല. ഏറ്റവും ലാസ്റ്റത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി. അതോടെ കഴിഞ്ഞു. 12ാം പഞ്ചവത്സര പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലാണ് 14ാമത്തെ പഞ്ചവത്സര പദ്ധതി. നമ്മുടെ കേരളത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത്തെ ഗവർണറായി 2016 സ്ഥാനമേറ്റത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത്തെ ഗവർണറായി 2016 സ്ഥാനമേറ്റത്? ഓപ്ഷൻ ഡി
ഊർജിത് ആർ പട്ടേൽ. ഊർജിത് ആർ പട്ടേലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത്തെ ഗവർണറായി 2016 സ്ഥാനമേറ്റത്. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. ഓപ്ഷൻ എ ഗ്രീഷ്മകാലം. ഗ്രീഷ്മകാലമാണ് ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഓപ്ഷൻ സി 3. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? 3ആയിട്ട്. അടുത്ത ചോദ്യം, ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ ഉയരം ഓപ്ഷൻ എ 2695. 2695 ആനമുടിയുടെ ഉയരം. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ ബി മറയൂര്. മറയൂരിലാണ് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത്. കേരളത്തിൽ പൊതുവേ ഉള്ളത് എന്താണ്? ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് മറയൂരാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഓപ്ഷൻ ഡി ഇടുക്കി. ഇടുക്കിയിലാണ് ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രത കേരളത്തിലുള്ളത്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഓപ്ഷൻ ബി ബാമർ. ബാമറിലാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവുമധികം വിളവൈവിധ്യമുള്ള പ്രദേശം. കേരളത്തിൽ ഏറ്റവുമധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഓപ്ഷൻ എ ഇടനാട്. ഇടനാടാണ് കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഓപ്ഷൻ സി പീച്ചി. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പീച്ചിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂർ. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഓപ്ഷൻ സി ആലട്ടി ചുരം. ആലട്ടി ചുരമാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. അടുത്ത 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ തുറന്നുകൊടുത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഓപ്ഷൻ ഡി ബാട്ടൻ ഗർത്തം. ബാട്ടൻ ഗർത്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഓപ്ഷൻ എ പാമ്പാർ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി. അടുത്ത ചോദ്യം, തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം ഓപ്ഷൻ ഡി സിറസ്. സിറസ് മേഘങ്ങളാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻ സി പി ടി ഉഷ. പി ടി ഉഷേനെയാണ് ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി ഓപ്ഷൻ ബി സുന്ദരി കണ്ടൽ. സുന്ദരി കണ്ടലാണ് സുന്ദരവനം എന്ന് പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി. അടുത്ത 41ാമത്തെ ചോദ്യം, കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാടിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല
ഓപ്ഷൻ സി കോട്ടയം. കോട്ടയം ജില്ലയിലാണ് ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയത് ആദ്യം. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ എ ആര്യസമാജം. ആര്യസമാജമാണ് ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. ബക്രാനങ്കൽ ഡാം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു വിശേഷണം നടത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. ഓപ്ഷൻ ബി മതേതരത്വവും സ്ഥിതിസമത്വവും. മതേതരത്വവും സ്ഥിതിസമത്വവുമാണ് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. അടുത്ത ചോദ്യം, മൈക്കലാഞ്ചലയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം. മൈക്കലാഞ്ചലയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം. ഓപ്ഷൻ ഡി കരുണ. കരുണ എന്നാണ് മൈക്കലാഞ്ചലയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാണ്, ശരിയാണ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, അതും ശരിയാണ്. എന്നാൽ സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നുള്ളത് തെറ്റാണ്. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം ലഭിക്കുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധയും ഉള്ളവർക്ക് തൊഴിൽ, അതും തെറ്റാണ്. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം, അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് എ മാത്രമേ ഉള്ളൂ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാണ്, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇത് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം 2023 കാലഘട്ടങ്ങളിലെ ഓപ്ഷൻ ബി അരുൺ ഗോയലാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അത് നമ്മുടെ ഗ്യാനേഷ് കുമാറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാനേഷ് കുമാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം. ഓപ്ഷൻ എ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഖത്തറിലാണ് നടന്നത്. അതിന് ആ ഫുട്ബോളിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി അൽ റിഹില. അൽ റിഹിലയാണ് 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര്. ഇപ്പോൾ ട്രയോണ്ടയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. ഓപ്ഷൻ ഡി ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. മനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? മനുഷ്യനിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? ഓപ്ഷൻ ബി കോമ്പല്ല്. കോമ്പല്ലാണ് മനുഷ്യരിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ. അടുത്ത ചോദ്യം, പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീനിന്റെ ധർമ്മം. അത് തെറ്റാണ്. മൈറ്റോകോൺട്രിയാണല്ലോ ഊർജം എന്ന് പറയുന്നത്. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീന്റെ ധർമ്മം. തെറ്റാണ്.
അത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നൽകുന്നത്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. അത് ശരിയാണ്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങളിൽ പ്രോട്ടീൻ അല്ല, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. അത് ശരിയാണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. അപ്പോൾ പ്രോട്ടീനുമായിട്ട് ശരിയായ പ്രസ്താവനകൾ: ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. 2ഉം 4ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്താണ്? ഓപ്ഷൻ സി പാവൽ. പാവലിന്റെ വിത്താണ് പ്രിയങ്ക എന്ന് പറയുന്നത്. ഇത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി ഇരവികുളം. ഇരവികുളത്താണ് വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദേശീയോദ്യാനം. അടുത്ത ചോദ്യം: ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഓപ്ഷൻ എ ഹരിതസസ്യങ്ങൾ. ഹരിതസസ്യങ്ങളാണ് ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. അവസാന കണ്ണി മാംസഭോജിയാണ്. 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? ഓപ്ഷൻ 4 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ എ ശ്വാസകോശം. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് സാർസ് രോഗം. അടുത്ത ചോദ്യം: പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ ബി പ്രകീർണനം. പ്രകീർണനമാണ് പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. അടുത്ത ചോദ്യം: അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ടോറിസെല്ലിയാണ്. ടോറിസെല്ലിയാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമായുള്ള ബാരോമീറ്റർ ആദ്യമായിട്ട് നിർമ്മിച്ചിട്ട് അന്തരീക്ഷമർദ്ദം അളന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് സോഡിയം ബെൻസോയേറ്റ് ആണ്. സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. സോഡിയം ബെൻസോയേറ്റ്. അടുത്ത ചോദ്യം: സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകളായിട്ട് പുറത്തേക്ക് ഉയർന്നു വരുന്നത്. അടുത്ത ചോദ്യം: ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര്. ഓപ്ഷൻ ഡി കമ്പനം. കമ്പനമാണ് ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ. അടുത്ത ചോദ്യം: രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഇമ്മാനുവൽ ഷാർപെന്റിയെ. ഇമ്മാനുവൽ ഷാർപെന്റിക്കാണ് രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം ലഭിച്ചത്. 2020 നോബൽ സമ്മാനം ഇമ്മാനുവൽ ഷാർപെന്റിക്കാണ്. രസതന്ത്രം നമ്മൾ രസം അല്ലേ, അത് ഷാർപ്പ് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ഷാർപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര രസമാണ് അല്ലേ. 2020 കേട്ടോ. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ്. ബ്ലാക്ക് ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം. ബ്ലാക്ക് ഫംഗസ്, മ്യൂക്കോർമൈക്കോസിസ്
ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂകോർമൈക്കോസിസ്, ബ്ലാക്ക് ഫംഗസ്. അടുത്ത ചോദ്യം, കോവിഡ്-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ. കോവിഡ്-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ. ഓപ്ഷൻ ബി കോവാക്സിൻ. കോവാക്സിൻ ആണ് കോവിഡ്-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ. അടുത്ത ചോദ്യം, എംഫിസീമ ബാധിക്കുന്ന അവയവം. എംഫിസീമ ബാധിക്കുന്ന അവയവം. ഓപ്ഷൻ എ ശ്വാസകോശം. ശ്വാസകോശത്തെയാണ് എംഫിസീമ ബാധിക്കുന്നത്. സാർസ്, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് എല്ലാം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, ശരീരനിർമ്മിതിക്കാവശ്യമായ ആഹാരഘടകം. ശരീരനിർമ്മിതിക്കാവശ്യമായ ആഹാരഘടകം. ഓപ്ഷൻ എ പ്രോട്ടീൻ. പ്രോട്ടീനാണ് ശരീരനിർമ്മിതിക്കാവശ്യമായ ആഹാരഘടകം. അടുത്ത ചോദ്യം, ഈച്ച പരത്തുന്ന ഒരു രോഗം. ഈച്ച പരത്തുന്ന ഒരു രോഗം. ഓപ്ഷൻ ബി കോളറ. കോളറയാണ് ഈച്ച പരത്തുന്ന ഒരു രോഗം. അടുത്ത ചോദ്യം, ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ പ്രമേഹം. പ്രമേഹമാണ് ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി. ഓപ്ഷൻ ബി താലോലം. താലോലമാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി. ജീവകം എ അടങ്ങിയ ആഹാരപദാർത്ഥം. ജീവകം എ അടങ്ങിയ ആഹാരപദാർത്ഥം. ഓപ്ഷൻ സി ചീര. ചീരയിലാണ് ജീവകം എ അടങ്ങിയിരിക്കുന്നത്. മന്ത് പരത്തുന്ന ജീവി. മന്ത് പരത്തുന്ന ജീവി ക്യൂലക്സ് പെൺകൊതുകാണ്. അപ്പോൾ ഓപ്ഷൻ എ കൊതുകാണ്. മന്ത് പരത്തുന്ന ജീവി കൊതുകാണ്. അടുത്ത ചോദ്യം, രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. ഓപ്ഷൻ ഡി എയ്ഡ്സ്. എയ്ഡ്സ് ആണ് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഓപ്ഷൻ ഡി ഓയാണ്. ഓയാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ഓപ്ഷൻ എ മെഡിസെപ്പ്. മെഡിസെപ്പ് ആണ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ബി സ്കർവി. സ്കർവിയാണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. അടുത്ത ചോദ്യം, ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈന്. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈന്. ഓപ്ഷൻ എ ദിശ. ദിശയാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈന്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനമാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. അപ്പോൾ ഇത്രയും 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്കറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.